പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് RGB വൈറ്റ് വാം സ്ട്രിപ്പാണ്. ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്ട്രിപ്പാണ്. ഇത് വീടിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റിങ്ങിന് വേണ്ടി വളരെയധികം ഇന്ന് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം മുൻപ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന RGB സ്ട്രിപ്പുകളുടെ ഒരു പോരായ്മയാണ്. ആ സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ള, വാം വൈറ്റ് പോലെയുള്ള നിറങ്ങൾ നമുക്ക് കറക്റ്റ് കളറിങ്ങിൽ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു സ്ട്രിപ്പിൻ്റെ വരവോടുകൂടി തന്നെ നമുക്ക് RGBക്കൊപ്പം തന്നെ വൈറ്റ് കളറും വാം വൈറ്റ് കളറും നമുക്ക് ഈ ഒരു സ്ട്രിപ്പിനകത്ത് ഇടാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് വാമോ വൈറ്റോ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഇത് വാം വൈറ്റ് ആണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ RGBയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രിപ്പ് വളരെ നന്നായിട്ട് ഇപ്പോൾ വാം വൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് വൈറ്റിലേക്ക് ഇതിനെ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് സ്വിച്ച് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓട്ടോമേഷൻ സംവിധാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംവിധാനമൊക്കെ ആയിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൂഡ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ തീം കളറ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ ഒരു സ്ട്രിപ്പിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്കുള്ള വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുള്ളവർ ആ വീഡിയോകളും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്നതാണ് ഈ RGB വൈറ്റ് വാം വൈറ്റ് സ്ട്രിപ്പിൻ്റെ പാക്കിങ്. ഇതിനകത്ത് വരുന്ന റോള് ഇങ്ങനെയാവും ഉണ്ടാവുക. ഇത് 10 മീറ്ററാണ് ഈ ഒരു റോളിൽ വരുന്നത്. ഇതിനകത്ത് പറയുന്നത് 24 വോൾട്ട് DC-യിലാണ് ഈ ഒരു സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നത്. നോൺ വാട്ടർ പ്രൂഫാണ്. PCBയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 mm ആണ്. 50-50 RGB വൈറ്റ് വാം വൈറ്റ് ആണ് ഇത് വരിക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പരിചയപ്പെടാം. ഇതാണ് സ്ട്രിപ്പ് വരുന്നത്. ഇത് 50-50 ആണ് ഇതിൻ്റെ ചിപ്പ് വരുന്നത്. ഈ ഒരു ചിപ്പിനോട് ചേർന്ന് വരുന്ന വയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 വയർ കാണാൻ പറ്റും. ഒരു വയർ കോമണും ബാക്കി ഓരോ കളറുകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുമാണ് വരുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്, വാം വൈറ്റ് ഇങ്ങനെയാണത് വരിക. പിന്നെയുള്ളത് കോമൺ വയർ. പിന്നെ ഇത് 24 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6 LED-ക്ക് ശേഷമാണ് ഇതിൻ്റെ കട്ടിങ് ഓപ്ഷൻ ഉള്ളത്. ഈ ഒരു PCBയുടെ വിഡ്ത്ത് വരുന്നത് 12 mm ആണ് വരിക. ഇതിനകത്തുള്ള പ്രത്യേകത ഒരേ LED-യിൽ തന്നെ റെഡും ഗ്രീനും ബ്ലൂവും കിട്ടും. അതോടൊപ്പം തന്നെ വൈറ്റും വാം വൈറ്റും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്നത് ടച്ച് റിമോട്ടാണ്. ടച്ച് റിമോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു കൺട്രോളർ വരുന്നുണ്ട്. ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടച്ച് റിമോട്ടിൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ഓട്ടോമേഷൻ കൺട്രോളേഴ്സ് ആണുള്ളതെങ്കിൽ ആ കൺട്രോളേഴ്സ് ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷനും അലക്സയും ഒക്കെ ഉപയോഗിച്ച് ഈ സ്ട്രിപ്പിൻ്റെ നിറം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സ്ട്രിപ്പിൻ്റെ കൂടെ ഈ ഒരു കൺട്രോളർ വരുന്നില്ല, അത് വന്നിട്ട് സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു റിമോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഫെദർ ടച്ചിൽ നമുക്ക് ഈ കളറ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ഇത് RF റിമോട്ടാണ്. സിംഗിൾ ടച്ചിൽ ഇതിനെ നമുക്ക് വൈറ്റും വാമുമായിട്ട് മാറ്റാനായിട്ടും പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീഡ് ഫ്ലാഷിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനുണ്ട്. ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ബ്രൈറ്റ്നസ് കൂട്ടാനും ഉള്ള ഓപ്ഷനൊക്കെ ഈ ഒരു റിമോട്ടിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് RF റിമോട്ടാണ് ഈ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രോഡക്റ്റ് ഇതിൻ്റെ കൺട്രോളറാണ്. ഈ റിമോട്ട് ഇപ്പോൾ പെയർ ആയിരിക്കുന്നത് ഈ ഒരു കൺട്രോളറുമായിട്ടാണ്. ഈ കാണുന്നതാണ് SMPS വരുന്നത്. 24 വോൾട്ടിൻ്റെ SMPS ആണ്. സ്ലിം ടൈപ്പ് SMPS ആണ് വരിക. ഇതിൻ്റെ ഒരു നീളം ഏതാണ്ട് 26 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്ററും പൊക്കം ഒരു 3 സെൻറ്റിമീറ്ററും വരുന്ന വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു SMPS ആണ് വരിക. ഇൻപുട്ട് 230 വോൾട്ട് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 വോൾട്ട് DC ആണ്. ആ കാണുന്ന 24 വോൾട്ട് DC ആണ് ഈ ഒരു കൺട്രോളറിനകത്തേക്ക് വന്ന് കയറിയിട്ടുള്ളത്. ഇതിനകത്ത് കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കളറും കണക്ട് ചെയ്യേണ്ടുന്നത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
കോമൺ വരുന്നത് ബ്ലാക്ക് കളറാണ്. ബാക്കി ഓരോന്ന് റെഡ്, ഗ്രീന്, ബ്ലൂ, വൈറ്റ്, വാം വൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ കണക്ട് ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് ഇവിടേക്ക് കണക്ഷൻ കൊടുക്കുക. നിങ്ങൾ ഏത് കൺട്രോളർ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചിട്ട് കണക്ഷൻ നിങ്ങൾ നോക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ട്രിപ്പ് വരും. ഇത് വന്നിട്ട് 10 മീറ്റർ നല്ല ബ്രൈറ്റായിട്ട് ഒരു ലോസും കൂടാതെ അതിനകത്ത് ബ്രൈറ്റ്നസ്സിന് ഒട്ടും കുറവില്ലാതെയാണ് ഇങ്ങേ അറ്റം വരെ ഇത് വർക്കാവുന്നത്. കാരണം ഇത് 24 വോൾട്ട് DC വർക്ക് ആവുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ പകുതിക്ക് വെച്ച് മുറിക്കണമെങ്കിലോ എവിടെ വെച്ച് മുറിക്കണമെങ്കിലോ ഓരോ 6 LED ശേഷവും ഇത് മുറിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് റിമോട്ടിനകത്ത് വേണമെങ്കിൽ ഇത് ഓഫാക്കാം, പിന്നെ ഇത് ഓൺ ആക്കാനായിട്ട് പറ്റും. വൈറ്റ് വാമിലേക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരിക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഷോപ്പ് വരുന്നത് കൊല്ലം കുണ്ട്ര ആശുപത്രി മുക്കിലാണ്. ഇവിടുന്ന് ഈ ഒരു പ്രോഡക്റ്റ് കൊറിയറായിട്ട് അയക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.